ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഡെലിവറി വ്ലോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഡെലിവറിയുടെ അന്ന് എൻ്റെ അടുത്ത് പുലർച്ചെ 4 മണിക്കാണ് ലാബ് റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു 3 മണി 3:15 ആകുമ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് കുളിക്കുക. ഫസ്റ്റ് ഞാൻ കുളിക്കാൻ വേണ്ടി കയറാൻ കേട്ടോ. അപ്പോൾ അമ്മ ഇതെൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഓൾറെഡി നമ്മുടെ ബാത്റൂമിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ബാത്റൂമിലാണ് തോന്നുന്നത്. ഈ വീഡിയോ ആരെടുത്തേ ചേച്ചിയാ തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ആദർശായിട്ട് വലിയമ്മ എല്ലാവരും എണീറ്റുണ്ട്. അപ്പോൾ എല്ലാവരും ബാത്റൂം ഒഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും എണീറ്റിട്ടുണ്ട്. വല്യമ്മക്കതേ ബാത്റൂം ഒഴിയാൻ വേണ്ടി കിടക്കുക കേട്ടോ. ആദർശ അവിടെ. ഞാൻ പിന്നെ കുറച്ച് നേരമായിട്ട് എണീച്ചിട്ട് നല്ലേക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റും. ഇപ്പം അമ്മ അവളെ കുളിപ്പിച്ചിട്ട് കൊണ്ടുപോയത് പത്ത് ഒരു ദിവസം അതൊക്കെ പോയിട്ടാണ് എന്തൊക്കെ എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ കൈമ ഡ്രിപ്പ് ഉള്ളതുകൊണ്ടേ ഇങ്ങനെ ഒറ്റയ്ക്ക് കുളിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം അമ്മ തന്നെ അഡ്മിറ്റ് ആയപ്പോൾ തൊട്ടിട്ട് എന്നെ കുളിപ്പിക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തായിരുന്നേ. ഈ ഡ്രിപ്പ് എനിക്ക് നല്ല പണിയാണ് കേട്ടോ. കാരണം മരുന്ന് തീരെ കയറുന്നില്ല. അത് കാരണം അത് മാറ്റി കുത്തിയിട്ടും അങ്ങനെ കുറച്ച് വേദനയും സഹിച്ചു ഈ ഡ്രിപ്പിന്റെ മുകളിൽ. പിന്നെ മരുന്ന് കയറുമ്പോഴും നല്ല പെയിനാണ്. പിന്നെ മരുന്നൊക്കെ കയറി കഴിഞ്ഞാൽ കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വീർത്ത് വരിക, അങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ എല്ലാവരും കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നോക്കാൻ കേട്ടോ. എനിക്കിവിടെ എല്ലാവരും ഉള്ള കാരണം ഈ വേദന ഇല്ലാതെ വേറൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഞാൻ വിളിച്ച എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് റീനമ്മ ആയാലും അതെ, വല്യമ്മ ആയാലും അതെ, അമ്മ ആയാലും അതെ, ചേട്ടന്മാരും എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ ഈ റൂമിലൊക്കെ എത്തുമ്പോൾ ഭയങ്കര കൂളായിരുന്നു. കാരണം നമ്മുടെ വീട്ടുകാർ. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരുന്നു കേട്ടോ മനസ്സിനൊക്കെ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്. 4 മണിയാകുമ്പോൾ ലാബ് റൂമിലേക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ പോയ ഡെലിവറി ഉണ്ടാവുമോ എന്താന്നൊക്കെ ഭയങ്കര ഒരു ടെൻഷനായിട്ട് നിൽക്കണ്ടായിരുന്നേ. അപ്പോൾ അമ്മ എന്തായാലും കാപ്പി കുടിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ബെന്നും എനിക്ക് എന്താണെന്നറിയില്ല, ഈ ബെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു കാപ്പി. ഇപ്പോൾ പ്രസവം അങ്ങനെ ഡെലിവറിയോട് അടുത്തപ്പോഴാണ് ഞാൻ കാപ്പി കുടിച്ചു തുടങ്ങിയത്. അതുവരെ ഇപ്പോൾ ഒരു 9 മാസം വരെ ഞാൻ കാപ്പി തീരെ കുടിച്ചിട്ടില്ല കേട്ടോ. കാപ്പി കുടിക്കാൻ പാടില്ല എന്നാണ് പൊതുവെ എല്ലാവരും പറയാറ്. പക്ഷെ ചിലവരൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനായ കാരണം ഞങ്ങൾ കാപ്പി തീരെ കുടിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ ഡെലിവറി ഇങ്ങോട്ട് ആയപ്പോൾ പിന്നെ ഫുള്ള് കാപ്പി കുടിഞ്ഞായി. അപ്പോൾ ബെന്നും കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടോ. അപ്പോൾ ഞാനിതേ കാപ്പി കുടിക്കുകയാണ്. അപ്പം അമ്മ മുടി മോളിക്ക് കെട്ടിച്ചേരാന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടി വെക്കാൻ കേട്ടോ. ആദർശമായിട്ട് അവിടെ ഉറങ്ങാൻ കേട്ടോ. ചേട്ടനാച്ചെങ്കിൽ എന്നേക്കാൻ കൂടുതൽ ടെൻഷനാട്ടോ. രാത്രി ഒന്നും ഉറങ്ങാതെ അങ്ങനെ കുത്തിരിക്കുന്നതായിരുന്നു പേടിച്ചിട്ട്. പിന്നെ വല്യമ്മയൊക്കെ ചിത്ത പറയട്ടോ, ആദർശയെ പോയി കെടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചേട്ടന്റെ സ്വഭാവം അറിയാലോ, ഒരു നേരം വായടച്ചിരിക്കാൻ അറിയില്ല സത്യം പറയാച്ചെങ്കിൽ. അപ്പൊ പിന്നെ ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കും. അങ്ങനെ അമ്മയുടെയും വല്യമ്മയുടെയും റീനമ്മയുടെയും എല്ലാവരുടെയും ഉറക്കം പോക്കും. എന്നിട്ട് ആദർശേട്ടനും ഉറക്കില്ല, ബാക്കി എല്ലാവരെയും ഉറങ്ങാനും സമ്മതിക്കില്ല കേട്ടോ വർത്താനം പറഞ്ഞിരുന്നിട്ട്. അങ്ങനെ വല്യമ്മ പറയട്ടാ, പൊന്നെ ആദർശയെ ഒന്ന് കിടന്നുറങ്ങടാ പറഞ്ഞിട്ട് അങ്ങനെ കയറി കിടന്നതാണ്. എനിക്കാച്ചെങ്കിൽ അതിന്റെ മുകളിൽ കിടക്കാൻ പറ്റുന്നില്ല തീരെ. മറ്റേ പേഷ്യന്റ് കിടക്കണ ബെഡ് ഉണ്ടല്ലോ, അതിലേക്ക് മുകളല്ല കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ ചാടി കയറി ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ ഞാൻ ഈ സോഫയിലാട്ടം കിടക്കാറ്. ആരുമാതാക്കണു അമ്മ പല്ലേപ്പിച്ച് പല്ലേപ്പിച്ചേരട്ടെ അമ്മ വേഗം. ആരുമാമനതാ കൊണ്ടുപോവുക. പൊട്ടു വേണോ നമ്മുടെ കുട്ടീനെ അമ്മ എടുക്കാട്ടാ. പൊന്നാ അമ്മ എടുക്ക, അവിടെ കിടന്നോ. അവനവിടെ എടുത്താലോ അതില്. അങ്ങനെ പിന്നെ നമ്മളെല്ലാരും കൂടി സെറ്റായിട്ട് ഇതേ ലേബർ റൂമിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാറുണ്ട്. അപ്പൊ എൻ്റെ ഒപ്പം ജാതിക്കുള്ള ആൾക്കാരുണ്ടാവും. അത് കാരണം എനിക്ക് ടെൻഷനൊന്നുമില്ല സത്യം പറയാ. പക്ഷെ ആകെ ഒരു പേടിയെന്ന് വെച്ചാൽ PV ചെയ്യാന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ലേബർ റൂമിൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ മനസ്സിലാകുള്ള ഒരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ PVയുടെ ഒരു സംഭവം എനിക്ക് നല്ല പേടിയാണ്. PV ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് പെയിൻ ഉണ്ടായിട്ടാ. കുറേ പേര് പറയുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് PV ചെയ്യുമ്പോൾ വേദനയൊന്നും ഉണ്ടാവാറില്ല എന്ന്. പക്ഷെ എനിക്ക് നല്ല വേദനയായിരുന്നു. ഞാൻ കിടന്ന അവിടെ എല്ലാം മുറ ഇട്ട് കരയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ 4 മണിയുടെ അടുത്ത് പോയപ്പോൾ എനിക്ക് PV ഒന്നും ചെയ്തില്ല. ഒരു ഗുളിക മാത്രമായിട്ട് തന്നിട്ടുണ്ടായിരുന്നേ. ആ മരുന്ന് കഴിച്ചിട്ട് നമ്മളെ വീണ്ടും റൂമിലേക്ക് വിട്ടു. പിന്നെ ഒരു 7:30 ആകുമ്പോൾ വരാൻ പറഞ്ഞു കേട്ടോ. 4 മണിക്ക് ആ മരുന്ന് കഴിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് വിടുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇനി 7:30 കയറ്റി കഴിഞ്ഞു വെച്ചെങ്കിൽ പിന്നെ പുറത്തേക്ക് വിടില്ല. പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ മനസ്സിലൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഇനി ലേബർ റൂമിലേക്ക് കയറണത് പ്രസവിക്കാറാന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിലൊരു ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും എനിക്ക് എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീണ്ടും അമ്മയ്ക്ക് കാപ്പി ഉണ്ടാക്കി തന്നു. ഞാനിത് മറ്റേ ബെന്നും കൂട്ടി കഴിക്കാട്ടേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിവിടെ കുറേ ബെന്നും കാപ്പിയും ഒരുപാട് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നേരൊക്കെ ഇങ്ങനെ വെളുത്ത് വന്നു തുടങ്ങി. പിന്നെ ലേബർ റൂമിൽ വന്നതിന് ശേഷം നമ്മൾ ആരും പിന്നെ ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഓരോ കാര്യങ്ങളായിട്ട് ഓരോരുത്തർ കുളിക്കാൻ മാറ്റുക അങ്ങനെ തന്നെയായിരുന്നു. എനിക്കും തീരെ ഉറക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതേ ആദർശനൊക്കെ കുളി കഴിഞ്ഞ് അവിടെ എന്തോ ആദർശനം മുടിയൊക്കെ ചീഞ്ഞാണ് ഒട്ടിച്ച് വെക്കായിരുന്നു കേട്ടോ. അപ്പൊ അതിനവരെല്ലാവരും കൂടിയിട്ട് കമന്റ് ചെയ്യണം, വേറെ ആയിട്ടില്ല കേട്ടോ, അമ്മയും വലിയമ്മയും കൂടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമുക്ക് ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ എൻ്റെ പ്രഷർ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചെക്ക് ചെയ്യും കേട്ടോ. അപ്പൊ വീണ്ടും അവരിതേ എൻ്റെ പ്രഷറും ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റും നോക്കൂട്ടോ. പിന്നെ ഹാർട്ട് ബീറ്റും പ്രഷറൊക്കെ നോക്കിയതിന് ശേഷം നമുക്കൊരു 7:15 ആകുമ്പോഴേക്കും കോൾ വന്നു കേട്ടോ, നമ്മുടെ ലാബ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് ഉണ്ണിയുടെ കുറച്ച് സാധനങ്ങളും പിന്നെ നമ്മുടെ ഫയല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ലാബ് റൂമിന്റെ അവിടേക്ക് പോകാൻ നിൽക്കട്ടോ. അപ്പോഴേക്കും എനിക്ക് നൈസായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നി. അപ്പൊ ഞാൻ വേഗം പോയിട്ട് യൂറിനൊക്കെ പാസ് ചെയ്ത് വന്നു കേട്ടോ. പിന്നെ ഇതേ വല്യമ്മയും റീനമ്മ, അമ്മ എല്ലാവരും ഉണ്ട്. അച്ഛനും ഈശാനും ഒക്കെ അവരും രാവിലെ പുലർച്ചെ വന്നു കേട്ടോ. 4 മണിക്കാകുമ്പോൾ നമ്മളതിനെ കയറ്റും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇവര് പുലർച്ചെ ആകുമ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഒരു തലേ ദിവസം വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പുലർച്ചെ ഒരു 4:30-5 മണി 4:30 ആവണോട് കൂടിയിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ താഴെയാണുള്ളത് കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങള് എല്ലാവരും കൂടി പോവാൻ നിൽക്കാട്ടോ. പിന്നെ എന്നെ ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ പുറത്തത്തെ വീഡിയോസ് ഒക്കെ ചേച്ചിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഭയങ്കര ടെൻഷനിലാട്ടോ പുറത്തിരിക്കുന്നത്. എനിക്ക് അച്ഛൻ അതിന്റെ ഉള്ളിൽ കയറി പിന്നെ എന്തോ മെഡിസിൻ കഴിച്ചു. പിന്നെ ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ അത് എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാട്ടോ. ഹാർട്ട് ബീറ്റും അതുപോലെ തന്നെ എൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് വെള്ളം പൊട്ടിച്ച് കളഞ്ഞു ഉള്ളത്തെ. അമ്മോ, അതിന് ശേഷമാണ് ഞാൻ ശരിക്കും വേദന എനിക്ക് സ്റ്റാർട്ട് ചെയ്തേട്ടാ. തലേന്ന് വികസനം വരാനുള്ള സംഭവം ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പൊ ഏതാണ്ട് ആ ഒരു വേദന എങ്ങനെയാണ് ഉണ്ടാവാന്നൊക്കെ എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു വേദനയാണ് ഉണ്ടാവാന്ന്. പക്ഷേ ഈ വെള്ളം പൊട്ടിച്ച് കളഞ്ഞപ്പോ തൊട്ട് എൻ്റെ ഈശ്വരാക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു കേട്ടോ. പിന്നെ വേദന സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയി പോയിട്ടാ. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് PV ഉണ്ടാവും. അപ്പൊ PV ചെയ്യുമ്പോൾ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർമാർക്കായാലും നഴ്സുമാർക്കായാലും ഒന്നും എന്നെ അങ്ങോട്ട് ഇതാക്കി വെക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ തല ഒരു സ്ഥലത്ത്, എൻ്റെ ശരീരം വേറൊരു സ്ഥലത്ത്, അങ്ങനെ കിടന്ന് പെടയായിരുന്നു ഞാൻ കേട്ടോ. അപ്പൊ പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളിങ്ങനെ ഒരു 4-5 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരൊക്കെ PV ചെയ്യുമ്പോൾ നോർമലായിട്ട് കൂളായിട്ട് ഇരിക്കുന്നത്. എനിക്ക് മാത്രം PV ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര അലമ്പ്, എന്താ പറയാ, ഭയങ്കര കരച്ചിലും ആകെ ഇതായിരുന്നു. ഡോക്ടേഴ്സിനായാലും അതെ, അവർക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു വൃത്തികെട്ട സ്വഭാവം ഞാൻ അപ്പോൾ കാണിച്ചിരുന്നു. കാരണം എനിക്ക് വേദന സഹിക്കാൻ പറ്റാതെയാണ്. അപ്പൊ ഞാൻ വിചാരിക്കണേ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണോ എനിക്ക് വേദനിക്കണേ, ബാക്കിയുള്ള ആൾക്കാരൊന്നും കരയണില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എനിക്ക് അതും ഒരു ഇതായി തുടങ്ങി. ഞാൻ ഭയങ്കര വെറുപ്പിക്കലാവുന്നുണ്ടോ അങ്ങനെയൊക്കെ ആലോചിച്ചു തുടങ്ങി. അതിൻ്റെ ഇടയിൽ അമ്മേനെയും ചേച്ചീനും ഒക്കെ കയറ്റിട്ടുണ്ടായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ കയറ്റിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവരെന്നെ കണ്ടപ്പോൾ ഞാൻ കൂടുതൽ അലമ്പാവാണ് ചെയ്തേട്ടാ. കാരണം അമ്മേനാണ്ടപ്പോൾ അയ്യോ ഞാൻ വേഗം ഓപ്പറേഷൻ ചെയ്തെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഫുൾ അലമ്പായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവര് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അമ്മ ഇടയ്ക്ക് 2 വട്ടം അങ്ങനെ അമ്മേനെ കയറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ പൊടിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓപ്പറേഷൻ മതി എന്ന് പറഞ്ഞുള്ള അങ്ങേയറ്റം കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എൻ്റെ ഒപ്പമുള്ള എല്ലാവരും പ്രസവിച്ചു. പിന്നെ ഞാൻ മാത്രമായിട്ട് അവിടെ. പിന്നെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറോളം ഇങ്ങനെ കഴിഞ്ഞു. എനിക്കച്ചങ്ങ് വേദനയ്ക്കച്ചങ്ങ് ഒരു കുറവുമില്ല, വികസനം വരണമില്ല ഇനിയും. അങ്ങനെ ലാസ്റ്റ് C-സെക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ ആയി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ കരഞ്ഞിട്ട് തൊണ്ടയിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, ഇനിയിപ്പോൾ 2 മണി വരെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ C-സെക്ഷൻ ചെയ്യാച്ചെങ്കിൽ വെള്ളം കുടിക്കാൻ പാടില്ല പറഞ്ഞിട്ട് പിന്നെ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വേദനയും എല്ലാം കൂടിയിട്ട് എന്താ പറയാ ഒരു മാതിരി അവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ പേടിക്കണ്ട, നമ്മൾ കുറച്ച് ഡെലിവറി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ വേദന മറക്കുന്നു പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നമ്മൾ മറക്കുന്നത്. കാരണം ആരും പേടിക്കണ്ട കേട്ടോ. എൻ്റെ വീഡിയോസ് എന്തായാലും പ്രഗ്നന്റ് ആയവരും എല്ലാവരും കാണുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട് നിങ്ങൾ ആരും പേടിക്കുന്നു വേണ്ട കേട്ടോ. നമ്മൾ ആ ഒരു ടൈമത്തെ വേദന മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് മറക്കും. ഇത് പെയിൻ എങ്ങനെ ഉണ്ടായിരുന്നു പെട്ടെന്ന്? അല്ല നീയാണോ എന്തുണ്ണിയാ?
ആൺകുട്ടിയാട്ടോ, എല്ലാവരും ഹാപ്പിയാണ്. നോർമൽ ഡെലിവറിയാണ്, ആൺകുട്ടിയാണ്, എല്ലാവരും സെറ്റാണ്. ഒരു സൈഡിൽ വെച്ച് കൊടുത്ത അമ്മ ആള് ചെയ്ത പോലെ തന്നെ. പാല് കൊടുക്കാൻ പേടി. മറ്റേ ഗോകർണത്തിലെ തരിപ്പില് പോയിരുന്നിട്ടോ, നേരത്തെ ഒന്ന് പോയി. അതാ പിന്നെ നമ്മുടെ ഉണ്ണീനെ കാണാൻ വേണ്ടിയിട്ട് അഞ്ജുവിൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാളു, അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സ് കുറച്ച് പേര് വന്നിട്ട് പോയിട്ട വേഗം. എനിക്ക് അച്ഛൻ ഇപ്പോഴൊന്നും സ്റ്റിച്ചിൻ്റെ ഒരു പെയിൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഭയങ്കര കൂളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നേ. കാരണം നമ്മളെന്നെ അവിടെ തരിപ്പിക്കുമല്ലോ, അപ്പം അതിൻ്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കൂളായിട്ടാണ് ഡെലിവറി കഴിഞ്ഞ അന്നൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്ന പാടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നതിന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് മേല് കഴുകാന്നിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കേട്ടോ. കാരണം ആകെ നമുക്കൊരു ഇതറിയാലോ. അപ്പോൾ പിന്നെ വൈകിട്ടാകുമ്പോൾ വലിയമ്മ പോയിട്ട് കഞ്ഞിയും ഇതൊക്കെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വീഡിയോന്റെ ഈ ഒരു ഭാഗം എഡിറ്റ് ചെയ്യണ വരെ ഞാൻ ഉണ്ണിയുടെ എല്ലാ ക്ലിപ്സും മുഖം ഉണ്ണിയുടെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് എനിക്ക് ആദർശേട്ടൻ പുറത്തു പോയിക്കായിരുന്നു. ചേട്ടൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ണിയുടെ മുഖമൊക്കെ ഹൈഡ് ചെയ്തിട്ട് ഇപ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞു വെച്ചെങ്കിൽ ഞാൻ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ ഈ കുറേ ക്ലിപ്സ് ഉണ്ടല്ലോ നമ്മുടെ ഡെലിവറിയുടെ, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷമോ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡെലിവറിയുടെ വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ ഉണ്ണിയുടെ ഫേസ് നമുക്ക് കാണാൻ പറ്റില്ല. അതൊരു 3 വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവന്റെ ഇപ്പോഴത്തെ ഫേസ് ഒക്കെ ബ്ലറാച്ചെങ്കിൽ പിന്നീട് നമുക്കത് ആ ഒരു ഇത് നമുക്ക് ഒരിക്കലും കിട്ടില്ലല്ലോ. ആ ഒരു മൊമെന്റും ആ ഒരു ഫീലിങ്ങും നമ്മളാച്ചെങ്കിൽ കുറേ ലെങ്ത്തുള്ള വീഡിയോസ് ആയ കാരണം നമ്മൾ നോർമൽ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ അത് കളയാനും തോന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇപ്പോൾ പോസ്റ്റ് ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത്. ചേട്ടനും പറഞ്ഞു കേട്ടോ, നീ ധൈര്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തോ. വീഡിയോ ആകുമ്പോൾ അത് അവിടെ യൂട്യൂബിൽ അവിടെ കിടക്കും, നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും അത് അതേപോലെ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് വേറെയല്ലോ. അതിപ്പോൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ നമുക്ക് അവൻ്റെ ആ ഒരു ചെറിയ മുഖമൊന്നും നമുക്കത് എപ്പോഴും നമ്മുടെ ഫോണിൽ ഇങ്ങനെ കുറേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഒന്നും നമ്മൾ കളയില്ല, എന്നാലും ഈ ഡെലിവറിയുടെ ഒരു സംഭവമായിട്ട് നമുക്കതൊന്നും കിട്ടില്ല പറഞ്ഞു. പിന്നെ ഞാൻ എന്തായാലും ഇത് പോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അഞ്ജു ഇഷ്ണാടിനൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതേ ഉണ്ണീനെ റീനമ്മ എന്തോ എന്തോ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദർശാനും റീനമ്മയും കൂടിയിട്ട് ഉണ്ണിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റാക്കായിരുന്നു. എല്ലാവരുടെയും എൻ്റെ കുളി കഴിഞ്ഞു തോന്നുന്നു, പക്ഷെ എന്നെ കണ്ടാൽ
വിളിച്ചൊന്നും തോന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ തേജപ്പൻ്റെ ഒക്കെ കുളി കഴിഞ്ഞു. പിന്നെ അവൻ ചേട്ടൻ്റെ ഫോൺ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം മൂപ്പര് അതിൽ കളിയിലാണ് കേട്ടോ. പിന്നെ ഇതാ ഉണ്ണീനെ അവിടെ സെറ്റ് ആക്കുന്നുണ്ട്. ഞാനിത് ഇപ്പുറത്തെ സോഫയിലായിട്ട് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ഈ ഒരു ബെഡിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആദർശമായിട്ട് ഇരിക്കുന്ന എൻ്റെ ചോടയിൽ ഒരു വളഞ്ഞിട്ടിരിക്കുന്ന സംഭവം കമ്പിയുടെ, അത് ഞാൻ നേരെ അവിടെ നിന്ന് തിരിഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് എൻ്റെ ബാക്കിൽ കുത്തും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എനിക്ക് സ്റ്റിച്ചിൻ്റെ പെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാത്റൂം പോകുമ്പോഴൊക്കെ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. പിന്നെ ഡോക്ടർ വന്നു കേട്ടോ. അശ്വതി ഡോക്ടർ വന്നിട്ട് ഫുള്ള് ചെക്ക് ചെയ്യാൻ കേട്ടോ. പിന്നെ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ടും പാലില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു നിപ്പളാശങ്ങ് ഭയങ്കര ഷോർട്ടായിരുന്നു. കാരണം ഉണ്ണിക്ക് വലിച്ചു കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുവരെ പിന്നെ നമ്മൾ പൊടിയായിട്ട് അവന് കൊടുത്തിരുന്നത്, മറ്റേ ഫോർമുല ഉണ്ടല്ലോ, അതാണ് അവന് കൊടുത്തിരുന്നത്. അപ്പോൾ അവൻ അത് കുടിക്കും, ഉറങ്ങും, അങ്ങനെയായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, പാല് വരാത്ത കാരണം. പിന്നെ പാല് വന്നു തുടങ്ങി. ഡോക്ടർ ഒന്ന് നോക്കിയപ്പോൾ പിന്നെ പാല് വന്നു. പിന്നെ നിപ്പിൾ ഷോർട്ടായ കാരണമാണ്. പിന്നെ നമ്മൾ നിപ്പിൾ ഷീൽഡും അതുപോലെ തന്നെ മറ്റേ ബ്രസ്റ്റ് പമ്പറൊക്കെ വെച്ചിട്ട് ഉണ്ണിക്ക് പാല് പിഴിഞ്ഞിട്ട് പിന്നെ ഗോകർണത്തിൽ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. എന്തൊക്കെയായാലും അവന് വശിക്കാതെ അങ്ങോട്ട് ഇരുന്നാൽ മതി എന്ന് മാത്രമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ ഗോകർണത്തിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ണിക്ക് പാല് കൊടുക്കണ്ടായിരുന്നത്. പിന്നെ ഇതേ മാളും അശ്വിനും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിനെ കാണാൻ വേണ്ടിയിട്ട്. മാളു തലേന്ന് വന്നപ്പോൾ തന്നെ ഉണ്ണിയുടെ അടുത്തുനിന്ന് പോകാൻ അവൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുട്ടിക്ക് എക്സാം ആണ്, +2 ആണല്ലോ. അപ്പോൾ എക്സാം ആയതുകൊണ്ട് അവൾ പിന്നെ പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ അവൾക്ക് ഈ ഒരു ദിവസം എക്സാം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അശ്വിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരിതേ അങ്ങനെ ഉണ്ണിനെ കളിപ്പിച്ച് അതായത് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ചേച്ചിയും തേജപ്പനൊക്കെ പോയിട്ട് ചേച്ചിയും തേജപ്പനും ആദർശനും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി കിടന്നു കേട്ടോ. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ അശ്വതി ഡോക്ടർക്കും പിന്നെ സാറ്റി സിസ്റ്റർ പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ട്, ആ സിസ്റ്റർക്കും ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഡെയിൽ ഹോസ്പിറ്റലിലെ ലേബർ റൂമിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാച്ചെങ്കിൽ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള നഴ്സുമാരാണ് കേട്ടോ. എൻ്റെ ഞാൻ അവിടെ കാണിച്ചു കൂട്ടി അംഗം വെച്ച് നോക്കുമ്പോൾ വേറെ വല്ല സ്ഥലത്താച്ച് എനിക്ക് നല്ല ആട്ട് കേട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇവിടുത്തെ നഴ്സുമാരെന്ന് വെച്ചാൽ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും എന്താ പറയുക, നമ്മളെന്നെ നന്നായിട്ട് അവർ കെയർ ചെയ്യും കേട്ടോ. കാരണം നന്നായി കൂളായിട്ട് നമ്മുടെ അടുത്ത് ചിരിച്ച മുഖത്തോട് നിൽക്കുമ്പോഴല്ലേ നമുക്കൊരു എന്താ പറയുക, ഒരു മെൻ്റലി ഒരു ആശ്വാസം കിട്ടുക. അപ്പോൾ എന്ന് വെച്ചാൽ ദേഷ്യം പിടിച്ചിട്ട് നമുക്ക് വേദനയൊക്കെ ആകുമ്പോൾ നമ്മൾ ചീത്ത പറയുകയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒന്നും കൂടി നമ്മൾ ഭയങ്കര വിഷമത്തിലാവുള്ളൂ. പക്ഷേ ഇവരെല്ലാവരും നമ്മുടെ അടുത്ത് ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് അത്രയും സ്നേഹത്തിലാണ്. കാരണം അത്രയും തിരക്കുണ്ട് അവിടെ. എന്ന് വെച്ചാൽ അന്ന് കുറേ ഡെലിവറി ഉണ്ടായിരുന്നു. ആ ഡെലിവറിയുടെ ഇടയ്ക്കും കൂടി നമ്മളതിനെ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് കെയർ ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ആശ്വാസമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. എനിക്ക് കുറച്ച് ടെൻഷനായ കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് രാവിലെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നഴ്സുമാർ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ഇവർ മാറുമല്ലോ, അവർക്ക് ഷിഫ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ അവരുടെ അടുത്ത് പോയി ഒന്ന് സെറ്റായി പിന്നെ നമ്മൾ വൈകിട്ടാകുമ്പോഴേക്കും വേറെ ആൾക്കാരായിട്ട് സെറ്റ് ആവണമല്ലോ. അപ്പം അവരെങ്ങനെയാവും നോക്കിയപ്പോൾ ഫസ്റ്റ് ദിവസം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോൾ വന്ന നഴ്സുമാരും അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര സ്നേഹമുള്ളവർ തന്നെയായിരുന്നു. അത് കാരണം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് അങ്ങനത്തെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വൈകിട്ടാകുമ്പോൾ ചേച്ചിയുടെ പേര് കറക്റ്റ് ഓർമ്മയില്ല. അതുല്യ എന്നാണോ എന്നൊരു സംശയം. ഇപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഓർമ്മ വന്നിട്ട് ആ നേഴ്സിൻ്റെ പേര്. ഞാൻ ചേച്ചി എന്ന് തന്നെ വിളിക്കുന്ന നേഴ്സാണ് കേട്ടോ അവിടുത്തെ. ആ ചേച്ചീനൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ പറയുക, അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിപ്പോയിണ്ടായിരുന്നു എനിക്ക് ആ ചേച്ചിയുടെ അടുത്തൊക്കെ കേട്ടോ. കാരണം രാവിലെ നമ്മളും എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര, എൻ്റെ അടുത്ത് മാത്രമല്ല കേട്ടോ, അവിടെയുള്ള എല്ലാ പേഷ്യൻ്റെ അടുത്തും അവരങ്ങനെയാണ്. പിന്നെ എൻ്റെ ഡെലിവറിക്ക് എനിക്ക് മറക്കാൻ പറ്റാത്ത 2 ഫേസാണ് എൻ്റെ അശ്വതി ഡോക്ടറുടെയും അതുപോലെ തന്നെ സാറ്റി സിസ്റ്റിൻ്റെയും. ഡെലിവറിക്ക് എന്നെ ലേബർ റൂമിൽ കയറ്റിയിട്ട് എൻ്റെ ഫ്ലൂയിഡ് പൊട്ടിച്ച് കളഞ്ഞതൊക്കെ സാറ്റി സിസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ സാറ്റി സിസ്റ്റാണ് ഭയങ്കര തിരക്കേണ്ട ഓരോ കാര്യങ്ങളായിട്ട് ആളങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നത് വേറൊരു നേഴ്സായിരുന്നു കേട്ടോ. ആ നേഴ്സും കുഴപ്പമില്ല, ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ വേദന സഹിച്ചിട്ട് ഞാൻ അങ്ങേയറ്റം സഹിച്ചു. എന്താ പറയുക, എനിക്ക് ലാസ്റ്റ് ഞാൻ C-സെക്ഷൻ മതി എന്നുള്ളൊരു തന്നെയായിരുന്നു എനിക്ക് വേദന. അതിൻ്റെ ഇടയിൽ നമ്മുടെ അശ്വതി ഡോക്ടർ എൻ്റെ ഒപ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നിടുന്നു കേട്ടോ. എന്നെ കുറേ സമാധാനിപ്പിച്ചു. എന്നെ മാത്രമല്ല കേട്ടോ, എൻ്റെ ഒപ്പമുള്ള എല്ലാവരുടെ അടുത്തും ഡോക്ടർ ഇങ്ങനെ മാറി എല്ലാവരെയും എനിക്കും വേണ്ട സപ്പോർട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേ ഞാൻ പറഞ്ഞില്ല, ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ അലമ്പുണ്ടാക്കിയത്. വേദന സഹിക്കാനേ പറ്റണില്ല. PV ചെയ്യുമ്പോഴും എപ്പോഴും ഭയങ്കര ഇതായിരുന്നു, എനിക്ക് നല്ല പെയിൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പം അത്രയും ഞാൻ ഒരു 12:30 വരെയൊക്കെ ഞാൻ വേദന കുറേ സഹിച്ചു. എന്നിട്ടും എനിക്ക് വികസനമൊന്നും ആവാത്ത കാരണം ലാസ്റ്റ് നമുക്ക് C-സെക്ഷൻ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് നോർമൽ ഡെലിവറി ആക്കിയത് സാറ്റി സിസ്റ്റിൻ്റെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. കാരണം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന നേഴ്സ് വേറൊരു നേഴ്സായിരുന്നു. ആ നേഴ്സിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ആ ചേച്ചി ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ ഉച്ച വരെ ആൾക്ക് വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആൾ പോയി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം നിന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് സാറ്റി സിസ്റ്റാണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്. ഞാൻ അത്രയും വേദന എടുത്ത് സഞ്ചാരം എടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും PV ചെയ്യുമല്ലോ, ആ PV ചെയ്തിട്ടും അതുപോലെ തന്നെ എനിക്കിപ്പോഴും പറയുമ്പോഴേക്കും വിഷമം വരും കേട്ടോ. കാരണം എൻ്റെ നിന്ന് യൂറിൻ ഇങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ അത് മേത്തിക്കാൻ എൻ്റെ കാലൊക്കെ ആളെ മേത്താൾ കയറ്റി വെച്ചിട്ടും അത്രയും എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ലൈഫിൽ എന്നെ ആരും ഇത്രയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ PV ചെയ്യുന്ന സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞോളൂ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് സമയത്ത് ഡെലിവറിയുടെ നല്ല പെയിൻ എടുക്കുന്ന സമയത്ത് PV ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയുക,
എനിക്കൊരു ആശ്വാസം പോലെ തോന്നിയായിരുന്നേ. അത് ആ നേഴ്സ് അത്രയും എന്നെ എന്താ പറയുക, അത്രയും എന്നെ നന്നായിട്ട് എന്നെ പുഷ് ചെയ്യിപ്പിച്ചിട്ടും. ഓൾറെഡി നിങ്ങൾക്കറിയാലോ ഞാൻ അത്യാവശ്യം തടിയുള്ള കുട്ടിയാണ്, അതുപോലെ തന്നെ എൻ്റെ തുടയ്ക്കും ഭയങ്കര വണ്ണമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലിങ്ങനെ മടക്കി വെച്ചിട്ട് പുഷ് ചെയ്യുമ്പോഴേക്കും എൻ്റെ കാല് പിടിക്കാൻ ഒതുങ്ങുന്നില്ല എനിക്ക്. ആ സമയത്തൊക്കെ കറക്റ്റ് എന്നെ പിടിച്ചിട്ടും അത്രയും എന്നെ പുഷ് ചെയ്യാനൊക്കെ നല്ല രീതിക്ക് ആ നേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ആകെ കൂടി ഉണ്ടായി ചമ്മൽ എന്താണെന്ന് അറിയുമോ, ഞാൻ പെട്ടെന്ന് സ്നേഹം അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാത്ത ഒരാളാട്ടോ. എക്സ്പോസ് ചെയ്യാൻ മീൻസ് പെട്ടെന്ന് നമുക്ക് ഒരാളെ കണ്ടാൽ ഇഷ്ടപ്പെട്ട പേൻ ചെന്ന് കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, അങ്ങനത്തെ ഇത് എനിക്കങ്ങോട്ട് വരില്ല. പക്ഷേ എനിക്കത് ചെയ്യാൻ ഭയങ്കര ചടപ്പാട്ടാ. പിന്നെ ഉണ്ടല്ലോ ഈ സാറ്റിസിസ്റ്റിൻ്റെ ഡെലിവറി ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ നേഴ്സിനെ കാണുമ്പോഴേക്കും അങ്ങോട്ട് എന്തോ ഒരു ഫീലായിരുന്നു കാണുമ്പോട്ടാ. അശ്വതി ഡോക്ടറുണ്ട്, പക്ഷേ ഈ സിസ്റ്ററിനോടൊക്കെ എന്തോ ഒരു പ്രത്യേക ഫീൽ എക്സ്ട്രാ തോന്നിച്ച്. അങ്ങനെ ഈ സിസ്റ്ററിനെ കണ്ടതും എൻ്റെ അടുത്തേക്ക് വന്നതും ഞാൻ വേഗം കെട്ടിപ്പിടിച്ചിട്ടേക്ക് എത്താവുന്ന സ്ഥലത്ത് ഞാൻ ഉമ്മയൊക്കെ കൊടുത്ത് കരഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തു. അതൊക്കെ എന്തോ ഒരു പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെയൊക്കെ റൂമിലൊക്കെ എത്തി കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചടപ്പ്. പക്ഷെ ഞാൻ എന്താ കാണിച്ചേ അങ്ങനെയൊക്കെ ഒരു ഇത്. അപ്പോൾ എനിക്ക് അത്രയും ഒരു കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. നൈൽ ഹോസ്പിറ്റലിലെ ലേബർ റൂമിലത്തെ നേഴ്സുമാരും എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. ആദർശേൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഡോക്ടറിനൊക്കെ വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യണം, അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ ചേട്ടൻ തന്നെ പോയിട്ട് എന്തൊക്കെയോ അവർക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു, കേക്ക് വാങ്ങിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് 2 ഫീഡിങ് ടോപ്പൊക്കെ എടുത്ത് വാങ്ങിച്ച് വന്നു കുട്ടി. പക്ഷെ എനിക്കത് കുറച്ച് ടൈറ്റ് ആയി പോയിട്ടാ. കാരണം XL അങ്ങോട്ട് വാങ്ങി, XXL ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് XL ആണ് സംഭവം. എനിക്ക് ഭയങ്കര ടൈറ്റ്. എനിക്കത് വെച്ചാൽ കയ്യുമായി ട്രിപ്പിട്ടുള്ളതുകൊണ്ട് ഡ്രസ്സൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടും. എന്നിട്ട് അത് തിരിച്ച് കൊടുത്ത് നമ്മൾ മാറ്റിയെടുക്കട്ടെ ചെയ്തേ. അങ്ങനെ ഡോക്ടർ വന്നു. പിന്നെ ഇതൊക്കെ ഈ സ്റ്റാഫുകളൊക്കെ ഭയങ്കര നമ്മൾക്ക് എല്ലാ ഹെൽപ്പിനും നമ്മുടെ ഒപ്പം ഉള്ളതാട്ടോ. അപ്പോൾ ആദർശമായിട്ട് പ്രത്യേകം ഇവരോടൊക്കെ വരാൻ പറഞ്ഞിട്ട് ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലേബർ റൂമിലത്തെ നേഴ്സുമാരെ നമുക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം അവർ ഫുൾ ടൈം തിരക്കിലാവും. നമുക്ക് അവിടെ പോയ കാരണം നമുക്ക് അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കാവുന്നതല്ലോ. ഈ ഡോക്ടറിനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നത് മാത്രമായിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഡോക്ടറുടെ ഒരു റിയൽ ഒരു ഇത് കാണുന്നത് ഞാൻ ലേബർ റൂമിൽ വെച്ചിട്ടാട്ടോ. നമ്മുടെ അടുത്ത് ചിരിച്ച് കളിച്ച ഒരു സമയത്ത് ഡോക്ടർ എത്തുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ചിലപ്പോൾ ഡോക്ടർ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഓടിപ്പടഞ്ഞിട്ട് എത്തുന്നുണ്ടാവുക. അപ്പോൾ ആ ഡെലിവറി ആ ഒരു ലേബർ റൂമിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഞാൻ കണ്ടതാണ്. ഡോക്ടറുടെ മേത്ത് ബ്ലഡ് ആവുന്നു, അതാവുന്നു. ആകെ ഒരു ഇതിന്ന് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ നമ്മുടെ അടുത്തേക്ക് അത്രയും ഫ്രഷായി ചിരിച്ച് ഭയങ്കര കൂളായി സംസാരിക്കുക. അത് ചിലർക്ക് മാത്രമായിട്ട് പറ്റുള്ളൂ. നമ്മളിപ്പോൾ വേറെയും കുറേ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നൊക്കെ ഡോക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. എൻ്റെ അമ്മ എന്നെ പറയും, ഇപ്പം ഇത്രയും വയസ്സായില്ലേ, ഈ കാലത്തിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരു ഡോക്ടറിനെ അമ്മ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. അപ്പം അത്ര സ്പെഷ്യലാണ്. ഈ ഡോക്ടറുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ സഭയിൽ നിന്ന് ഇങ്ങനെ മാറ്റി കാണിക്കണം എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രഗ്നന്റ് ആണെന്ന് 3 മാസം വരെ ഇവിടെ പുറത്ത് ഒരാൾക്കും അറിയില്ല. എൻ്റെ അടുത്ത റിലേറ്റീവ്സിന് പോലും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ, തൃശ്ശൂരുള്ള ഏതാ നല്ല ഹോസ്പിറ്റലിൽ നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുക. കുറേ ഹോസ്പിറ്റലിൽ നമ്മളിങ്ങനെ നോക്കി കറക്റ്റ് സമയത്താണ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ, കൃഷ്ണേന്ദു എന്നാട്ടാളുടെ പേര്. 5ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ട്യൂഷനും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എനിക്ക് മെസ്സേജ് അയച്ചു, ഹായ്ഡാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഇപ്പം എനിക്ക് അബോർഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം കേട്ടോ. അപ്പോൾ അവളെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഇപ്പം എങ്ങനെയായി, എവിടെയാണ് കാണിക്കണേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളുടെ അടുത്ത് നൈസായിട്ട് പറഞ്ഞു, എടാ ഞാൻ അങ്ങനെ ഇപ്പോൾ കൺസീവ് ആയിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഭയങ്കര ലോങ് ആണ്, മാറ്റി കാണിക്കണമെന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അവൾ സ്പോട്ടിൽ പറഞ്ഞുകൊണ്ട്, നീ എന്താ വെച്ചാൽ നൈൽ ഹോസ്പിറ്റലിലേക്ക് പോകും, അടിപൊളി ഡോക്ടറാണ്, അങ്ങനെയാണ്, നീ ജസ്റ്റ് ഒന്ന് ഡോക്ടറുടെ നമ്പർ അവൾക്ക് തന്നു, നീ ജസ്റ്റ് ഡോക്ടറെ ഒന്ന് വിളിച്ചിട്ട് സംസാരിച്ച് നോക്ക് എന്നൊക്കെ. പിന്നെ പൊതുവേ എനിക്ക് ഒരാളടുത്ത് സംസാരിക്കുക, ഫോണൊക്കെ വിളിച്ച് സംസാരിക്കുക ഭയങ്കര മടിയുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ നമ്പർ നേരെ ആദർശേട്ടൻ ഫോർവേഡ് ചെയ്തു. അങ്ങനെ ആദർശേട്ടൻ വിളിച്ചു, ഡോക്ടറെ അടുത്ത് സംസാരിച്ചു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡോക്ടറിനെ ഫസ്റ്റ് പോയി കണ്ട അന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചു നമുക്ക് ഡോക്ടർ സെറ്റാണ്. കാരണം അന്ന് തന്നെ നമുക്ക് ഉണ്ണീനെ ഫസ്റ്റ് കാണിച്ചു തന്നു, അമ്മയ്ക്കും ആദർശേട്ടനും ഒക്കെ ഉണ്ണീനെ കാണിച്ചു തന്നു. പിന്നെ ഡോക്ടർക്ക് നമ്മളോടുള്ള പെരുമാറ്റം അതൊക്കെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടാ. കാരണം നമ്മൾ മുന്നേ കാണിച്ചു കൊടുത്തേക്കാൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അശ്വതി ഡോക്ടറെ അടുത്ത് തന്നെയായിരുന്നു. നമുക്ക് എത്ര വേണമെങ്കിലും സമയം എടുത്തിട്ട് നമ്മുടെ എല്ലാ ഡൗട്ടും മനസ്സിലാക്കി തരാനും ഒക്കെ ഡോക്ടർക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് നമ്മളെല്ലാം നന്നായി നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഡോക്ടർക്ക് അറിയാട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ വീട് പോലെ ഇട്ടാ, കാരണം നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും വരും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക, അതൊക്കെ ഒരുമിച്ച് ഇരുന്ന് കുറേ സംസാരിച്ചിട്ടും നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും പറയാ ഹോസ്പിറ്റലിലെ ദിവസങ്ങൾ പെട്ടെന്ന് പോയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണീനെ അമ്മയുടെ വെയിൽ ഒളിക്കാൻ വേണ്ടിയിട്ട് ഇരുത്താണ് കേട്ടോ. ഒരു 6ാം മാസം ആയപ്പോഴാട്ടോ എൻ്റെ മുഖക്കൊന്ന് വാർന്നു തുടങ്ങിയത്. അതുവരേക്ക് നല്ല മെഡിസിൻസ് ഉണ്ടായിരുന്നു. അപ്പം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര തടിച്ച പോലെയായിരുന്നു, നീര് കൂടിയ പോലെയായിരുന്നു കേട്ടോ. മുഖമൊക്കെ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് അങ്ങനത്തെ ഒരു ഷേപ്പിലായിരുന്നു എൻ്റെ മുഖം ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ
6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ മരുന്നുകളൊക്കെ കുറച്ച് തുടങ്ങി. അപ്പം എൻ്റെ മുഖം നോർമലി ആയിട്ട് സാധാരണ ഒരു കുറച്ച് വാർന്ന മുഖമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡെലിവറിയുടെ 9-ാം മാസം ഞാൻ വിചാരിച്ചു 9-ാം മാസമൊക്കെ ആകുമ്പോൾ എന്നെ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചേട്ടാ. കാരണം അങ്ങനെ തടി വെക്കുണ്ടാവും. ചില ചേച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തടിക്കുമ്പോഴൊക്കെ മൂക്കൊക്കെ ഭയങ്കര വലുതാവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മൂക്കൊക്കെ അങ്ങനെയാവും, അങ്ങനെ ഒരു ഭംഗിയില്ലാതെയാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഡെലിവറി വരെ എനിക്ക് വലിയ തടിയുണ്ട് എങ്കിൽ കൂടിയിട്ട് എനിക്ക് സ്വയം ബോറായിട്ടേക്ക് അധികം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ടിട്ട് എൻ്റെ മുഖം എന്താ പറയുക, ഒരു മാതിരി ചപ്പാത്തി പരത്തി പോലെ ആയിട്ടാ. കാരണം മുഖമൊക്കെ അങ്ങോട്ട് വീർത്ത് വന്നു, എന്തോ വേറൊരു മുഖമായ പോലെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ മാറി നിൽക്കുക, ഡോക്ടർ ഗിഫ്റ്റും കൊണ്ട് വരുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഞാനിത് ആദർശയുടെ വാങ്ങിച്ചിരുന്ന ടോപ്പൊക്കെ എടുത്തിട്ട് നിൽക്കാനിട്ടാ. പിന്നെ ഇന്ന് വുമൻസ് ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഡോക്ടറാണ് ഉണ്ണി ഉണ്ടായതിനു ശേഷം ഉണ്ണിക്ക് ആദ്യമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണേട്ടാ. പിന്നെ ഡോക്ടർ ജസ്റ്റ് എന്നെയും ചെക്കപ്പ് ചെയ്തോട്ടെ. അപ്പം ഇന്നും എനിക്ക് PV ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. പക്ഷേ ഈ PV എന്ന് പറയുമ്പോഴേ എനിക്ക് പേടിയാണ്. ഇത് കൈ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഞാൻ കിടന്ന് ഊളിട്ട് തുടങ്ങും. അപ്പോൾ ഡോക്ടർ കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെ നമ്മൾ തുറന്നു നോക്കി നല്ല രസമുള്ള ഒരു ടോപ്പ്, ഒരു ഉണ്ണിക്ക് വേണ്ട ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. ടോപ്പല്ല, സോറി ഗൈസ്, ടോപ്പ് നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ വായിൽ വരണേ. അപ്പോൾ ഉണ്ണിക്ക് വേണ്ടിയുള്ള നല്ല അടിപൊളി ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. പിന്നെ വിഷ്ണുവേട്ടനും തേജപ്പനും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. അഞ്ചുണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ട്. പിന്നെ കവറിൽ ഡോക്ടർ തന്നെ എഴുതിയ ഒരു കുറിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതെടുത്ത് വായിച്ചു നോക്കാണ് കേട്ടോ. And I am beyond too proud of you. Your strength and love is inspiring. Enjoy every struggle and struggle with your struggle കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്ട്രഗിൾ ഉണ്ട്. സ്നഗിൾ എന്നത് വിത്ത് യുവർ ഗൂഗിൾ അടിക്കുക. ലിറ്റിൽ വൺ യു ആർ അമേസിംഗ്. സ്നഗിളിന്റെ മീനിങ് പറയൂ. സ്ട്രഗിൾ കഴിഞ്ഞിട്ട് സ്നഗിൾ. എന്താ സ്നഗിൾ ഗൈസ്? നിങ്ങൾക്ക് മീനിങ് അറിയുമെന്ന് പറയൂ. ഓക്കെ, സ്ട്രഗിൾ അറിയോ എന്താണ്? സ്ട്രഗിൾ എന്ന് പറയുമ്പോ ഏതാണ്ട് അതിന്റെ ഒരു ഒരു സ്ട്രഗിൾ. സ്നഗിൾ എന്താ? പിന്നെ സ്നഗിൾ എന്നുള്ളൊരു വേർഡിൻ്റെ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഗൂഗിൾ ചെയ്തോക്കലൊക്കെ ആയിട്ടോ. പിന്നെ ഡോക്ടർ തന്ന ആ ഒരു നോട്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഉണ്ണിയുടെ ഫയലിൽ തന്നെ എടുത്ത് അങ്ങനെ സൂക്ഷിച്ചു വെച്ചുട്ടാ. പിന്നെയാണ് വലിയൊരു ട്വിസ്റ്റ് നടന്നത്. ഇത്രയും നേരം ഹാപ്പി ആയിട്ട് ഒരു ഒറ്റയടിക്ക് എല്ലാവരും ഭയങ്കര കരച്ചിലായിട്ടോ. ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ എത്തിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടോ അപ്പൊ ഒരു സമാധാനാവും. ഉണ്ണിക്ക് മഞ്ഞുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത് 20 നോർമൽ വേണ്ടത് 12. അപ്പോൾ 20 വന്നപ്പോൾ പിന്നെ ഉണ്ണീനെ NICUക്ക് മാറ്റാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ തൊട്ടേ എൻ്റെ സകല കിളിയും പോയി. ഞാൻ തുടങ്ങി കരച്ചിൽ. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഭയങ്കര വിഷമമായി. കാരണം ഇത്രയും നേരം നമ്മുടെ ഒപ്പം നിന്നിട്ട് അവൻ ജനിച്ചപ്പോൾ തന്നെ ഇവരുടെ അടുത്ത് കൊടുത്തതായിരുന്നു. പിന്നെ അവന് NICUക്ക് മാറ്റി അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ഒപ്പം നിന്നിട്ട് പെട്ടെന്ന് അവനെ അങ്ങോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കത് കേട്ടപ്പോൾ തൊട്ടേ കരച്ചിലും എന്താ പറയുക, എന്തോ ഒരു മാനസികാവസ്ഥയെ കൂടിയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടാ. പിന്നെ ആദർശനെ കൊണ്ട് അതിൽ സൈനൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത്ര നേരം നമ്മുടെ ഒപ്പം ഉണ്ടായിട്ട് പെട്ടെന്ന് അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ സഹിക്കാൻ പറ്റാത്തൊരു വിഷമം തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു പോലെയായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ നേഴ്സുമാരെ, NICUലത്തെ നേഴ്സുമാരെന്ന് പറയുമ്പോൾ എൻ്റെ സെയിം ഏജ് ഒക്കെ ആയിട്ട് എല്ലാവരും. അപ്പം അതിൻ്റെ ഉള്ളിലത്തെ നേഴ്സുമാരായിട്ടൊന്ന് കമ്പനി ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ടോ. കാരണം എൻ്റെ ഏജാണ്. അവർ നന്നായിട്ട് ഉണ്ണീനെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ടോ. ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ണീനെ ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി തുടങ്ങി കേട്ടോ. അപ്പോൾ കയറുമ്പോൾ നമുക്ക് ഫുൾ കവർ ചെയ്യാനൊരു ഡ്രസ്സൊക്കെ തരും. അതിട്ട് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യിപ്പിക്കാനൊക്കെ ഇവർ നമ്മുടെ ഒപ്പം നിന്ന് പറഞ്ഞു തരും. എനിക്ക് അച്ഛൻ പാലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എല്ലാവരും വന്ന് പാൽ കൊടുക്കുമ്പോൾ ഞാൻ മാത്രം ഇവനെ എടുത്തിരിക്കുക ചെയ്യുന്നത്. കാരണം ഇവന് പാലില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? പിന്നെ നിപ്പിൾ ഷോർട്ട് ആയതുകൊണ്ട് തന്നെ ഇവന് വലിച്ചു കുടിക്കാനൊന്നും അറിയുന്നില്ല. ഇവനച്ഛൻ നമ്മുടെ ഒപ്പം ഉള്ളപ്പോൾ നമുക്ക് പാലില്ലെങ്കിൽ കൂട്ടിയിട്ട് നമ്മൾ 4 മണിക്കൂർ കൂടുമ്പോൾ ഫോർമുല കറക്റ്റായിട്ട് കൊടുക്കും. അവിടെ
പോയി എന്താക്കുന്നുള്ള ടെൻഷൻ എനിക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ടെൻഷൻ അടിച്ച് എനിക്ക് ആകെ വയ്യതേ തുടങ്ങി, കാലുമൊക്കെ നീര് വന്നു, മൊത്തത്തിൽ ആകെ ഒരു അസ്വസ്ഥത. പിന്നെ ഡോക്ടറൊക്കെ വന്ന് രാത്രിയാകുമ്പോൾ പിന്നെ മരുന്നൊക്കെ തന്നപ്പോൾ പിന്നെ കുറച്ച് കുറഞ്ഞു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് ഭയങ്കര സന്തോഷമായിട്ടാ. വേറെ ഒന്നും അല്ലാട്ടോ, നമ്മുടെ ഉണ്ണിയെ നമ്മൾ റിസീവ് ചെയ്യാൻ പോകാൻ കേട്ടോ. ആകെ 1.5 ദിവസം ഉണ്ണിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. പിന്നൊക്കെ അവൻ NICU-യിലായിരുന്നു. അപ്പൊ പിന്നെ അവനെ അങ്ങോട്ട് എടുക്കാനുള്ള സന്തോഷത്തിലാണ് ഞാനും ആദർശായിരുന്നു. അങ്ങനെ അവനെ അങ്ങോട്ട് കയ്യിൽ കിട്ടിയപ്പോൾ എന്താന്ന് പറയാ, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു, അവനെ ഫീഡ് ചെയ്യിപ്പിക്കാൻ നേരത്തെ എനിക്ക് കിട്ടും. പക്ഷേ ആദർശേട്ടനും കൂടിയും കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് നടക്കുന്നത്. അമ്മേനെയും റീനമ്മേനെയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. പിന്നെ വല്യമ്മയൊക്കെ അന്ന് തലേന്ന് പോയിട്ടോ, കാരണം വിനീതേട്ടൻ തിരിച്ചു പോവായിരുന്നു. പിന്നെ ചേച്ചി മിനിഷേട്ടനൊക്കെ പോയിട്ടോ. അപ്പൊ ഞാനും റീനമ്മയും അമ്മയും ആദർശേട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ റൂമില്. അങ്ങനെ ഇതാ അമ്മേനെ കാണിച്ചപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ഞങ്ങൾ ഉണ്ണീനെ എടുക്കാൻ പോവാന്ന്. അങ്ങനെ ഇതേ ഞങ്ങൾ ഉണ്ണീനെ എടുത്തിട്ട് പതുക്കെ കയറി വരിക. ഉണ്ണീനെ കണ്ടപ്പോൾ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിട്ടാ. അപ്പൊ വേഗം വന്നിട്ട് ഇതേ കയ്യിലത്തെ സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അമ്മ വേഗം ഉണ്ണീനെ വന്ന് നോക്കാൻ വരിക കേട്ടോ. അപ്പൊ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇവനാച്ചങ്ങ് നല്ല ഉറക്കം. എന്താ പറയാന്ന് എനിക്കറിയില്ല, ഒരുമാതിരി ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ ഇതിനെ കയ്യിൽ കിട്ടിയപ്പോ. ചുട്ടുമണി അതിൽ കടത്ത് ഇങ്ങോട്ട് എടുക്കുക. അച്ഛമ്മ അച്ഛമ്മനെ കണ്ടോട്ടെ, കണ്ടത് ഒരു കണ്ണടച്ച് അച്ഛമ്മക്ക് നാളെ പോകുമ്പോ സങ്കടം. പിന്നെ നമുക്ക് ഡിസ്ചാർജ് ഒക്കെ കിട്ടിയിട്ടോ. നമ്മൾ വ്യാഴാഴ്ച അഡ്മിറ്റ് ആയിട്ട് പിന്നെ നമ്മൾ ചൊവ്വാഴ്ചയായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് കാറിൽ കൊണ്ടുവയ്ക്കാൻ കേട്ടോ. അപ്പൊ അമ്മയും റീനമ്മയും ആദർശനും എല്ലാവരും കൂടിയിട്ട് എല്ലാതും എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പൊ ഉണ്ണി അവിടെ നല്ല ഉറക്കാണ്. ഞാനിത് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കാൻ കേട്ടോ. അങ്ങനെ ഇവരിതൊക്കെ കൊണ്ടുവയ്ക്കാൻ പോയപ്പോൾ ഞാനിതേ ഉണ്ണീനെ അടുത്ത് ഇരിക്കാൻ കേട്ടോ. അവൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ അവനെ കണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു മനസ്സിന് ഭയങ്കര ആശ്വാസമായിരുന്നു. അങ്ങനെ അവനങ്ങനെ കളിപ്പിച്ചിട്ട് ഇരിക്കുക. അപ്പൊ നമ്മുടെ ഡെലിവറിയുടെ വ്ലോഗ് ഏതാണ്ട് ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. കാരണം ഉണ്ണീനെ NICU-യിൽ കയറ്റിയപ്പോൾ തൊട്ടിട്ട് പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം ഒരു സമാധാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവനെ കിട്ടിയപ്പോഴാണ് നമുക്ക് സന്തോഷം ഒരു ഇതൊക്കെ വന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.